നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുക്കുന്നതിൽ വലിയ മുൻകൈയെടുത്ത പ്രതിപക്ഷ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖനായ നേതാവാണ്. BJP സർക്കാർ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ ഫെഡറൽ മൂല്യങ്ങൾക്ക് നേരെ ഉയർത്തുന്ന ഭീഷണിയാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികളെയും നരേന്ദ്രമോദിയെ ദേശീയ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കേണ്ടതുണ്ട്. BJP ഭരണം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനായിട്ട് പ്രതിപക്ഷങ്ങളാകെ ഏകോപിപ്പിച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന ഒരു ധാരണയിലേക്ക് എത്തിയത്. അത്തരമൊരു ധാരണയിലേക്ക് എത്തുന്നതിൽ പ്രത്യേകിച്ച് ബീഹാർ കേന്ദ്രമായിട്ട് നിതീഷ് കുമാർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. അവിടെ ഉണ്ടാക്കിയ മഹാസഖ്യം, അതിനെ തുടർന്ന് അദ്ദേഹവും ലല്ലു പ്രസാദ് യാദവും ചേർന്നുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ ഏകോപിപ്പിക്കാൻ നടത്തിയ ശ്രമം, അതിൻ്റെയൊക്കെ അനന്തരഫലം എന്ന നിലക്കാണ് പാറ്റ്ന സമ്മേളനവും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണവും നടക്കുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണി രൂപീകരണത്തിന് ശേഷം ദേശീയതലത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ബാധ്യസ്ഥമായ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തെ സംബന്ധിച്ച് ആ മുന്നണിക്കകത്തെ വ്യത്യസ്ത ഘടക കക്ഷികൾക്ക്, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് അസംതൃപ്തിയും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കുന്ന നീക്കമാണ് നടത്തിയത്. പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വമില്ലാത്ത കമൽനാഥിനെ പോലുള്ള ഈ ദിഗ്വിജയ് സിംഗിനെ പോലുള്ള നേതാക്കളെല്ലാം എന്താണ്, രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസ്സാണ് നയിക്കേണ്ടത്, ഈ രീതിയിലുള്ള പ്രസ്താവനകൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പ്രമുഖങ്ങളായ പാർട്ടി നേതാക്കൾക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അസംതൃപ്തിയെ വലിയ രീതിയിൽ പുറത്തു കൊണ്ടുവരുന്നതാണ് മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും തെലങ്കാനയിലെയും സംസ്ഥാന അസംബ്ലികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ബാംഗ്ലൂർ സമ്മേളനത്തിന് ശേഷം ഇന്ത്യ മുന്നണി 26 പാർട്ടികളുടെ ശക്തമായ ഒരു കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ CPM വ്യക്തമാക്കിയിരുന്നു, ഇന്ത്യ മുന്നണി ഒരു മുന്നണിയല്ലെന്നും അതൊരു കൂട്ടായ്മയാണ്. അതുകൊണ്ടെന്നാണ് ഘടകകക്ഷി പ്രതിനിധികളടങ്ങുന്ന ഒരു മുന്നണി, ഒരു നേതൃത്വം എന്നൊക്കെ രീതിയിൽ അതിനെ കാണേണ്ടതില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ റീജിയനിലും പ്രാമുഖ്യമുള്ള പാർട്ടികളുടെ മുൻകൈയിൽ സീറ്റ് ധാരണകളെത്തി ഈ കക്ഷികളൊക്കെ ഒന്നിച്ച് BJPക്കെതിരായി മത്സരിച്ച് ജയിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ജയിച്ചു വന്നതിന് ശേഷം ദേശീയ തലത്തിൽ BJPയെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു മുന്നണി ഉണ്ടാവുകയാണ് വേണ്ടത്, ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ആവശ്യമായ ഏകോപനം ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന നിലപാടാണ് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ എടുത്തത്. അത് സീതാറാം യെച്ചൂരി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് CPM ഒരു പ്രതിനിധിയെ അയക്കാതിരുന്നത്. അപ്പോൾ അത്തരമൊരു കമ്മിറ്റിക്ക് നിലനിൽക്കാനുള്ള ഒരു ഭൗതിക സാഹചര്യം, ഒരു വസ്തുനിഷ്ഠ സാഹചര്യം ഇന്ത്യയിലില്ല. ഈ 26 പാർട്ടികൾക്ക് യോജിപ്പുള്ളത് മോഡിയുടെ അമിതാധികാര വാഴ്ചയോടും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുന്നതിലും രാജ്യത്തിൻ്റെ സാമൂഹ്യ നീതി, മതനിരപേക്ഷ മൂല്യങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഭരണ നടപടികളോടുമാണ്. ഇപ്പോൾ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന തൊട്ട് പൗരത്വ നിയമം, ഇത്തരം നിരവധി വിഷയങ്ങളിലുള്ള പൊതുവായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഒരു മുന്നണി എന്ന നിലക്ക് നിൽക്കാൻ കഴിയുന്ന, ഒരു പൊതു പരിപാടിയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വ്യക്തത ഈ 26 പാർട്ടികളിലും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് വേണം ഇപ്പോൾ ഈ മുന്നണിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായ നിതീഷ് കുമാറിൻ്റെ JDUവിൻ്റെ ഈ രീതിയിലുള്ള ചാഞ്ചാട്ടത്തെ കാണാൻ. അദ്ദേഹം NDA മുന്നണിയിലേക്ക് പോവുകയാണെങ്കിൽ അത് വളരെ ആത്മഹത്യാപരമായ ഒരു രാഷ്ട്രീയ നീക്കമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഈ NDA മുന്നണിയെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന, ഇപ്പോൾ BJPയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മെജോറിറ്റനിസമാണ്. വർഗീയ വിഷയങ്ങൾ ഉയർത്തി, അത് ഭക്ഷണത്തിൻ്റെ പേരിലും പ്രണയത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലും രാമൻ്റെയും അയോധ്യയുടെയും ഒക്കെ പേരിൽ വർഗീയ വിഷയങ്ങൾ ഉയർത്തി സമൂഹത്തിൽ ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. ആ അർത്ഥത്തിൽ ഒരു വിശാല ഹിന്ദു ഏകീകരണത്തിനുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് മോഡിയുടെ അമിത്ഷായുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിന് കനത്ത പ്രഹരമേൽപ്പിക്കുന്ന രീതിയിലാണ് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ബീഹാറിൽ ജാതി സെൻസസ് നടന്നത്. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ ഹിന്ദു ധ്രുവീകരണം എന്ന അതുവഴി മെജോറിറ്റനിസത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരിക, തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരിക, തങ്ങൾക്കനുകൂലമായി ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കുക എന്ന രാഷ്ട്രീയ അജണ്ടക്ക് വലിയ പ്രഹരമേൽപ്പിക്കുന്നതാണ് നിതീഷ് കുമാർ മുന്നോട്ട് വെച്ച ജാതി സെൻസസ്. ബീഹാറിൽ അങ്ങനെ ജാതി സെൻസസ് നടന്നപ്പോൾ ആ ഒരു രാഷ്ട്രീയ അജണ്ട എല്ലാ ഇന്ത്യ മുന്നണിയിലെയും പാർട്ടികൾ ഏറ്റെടുക്കുകയും അത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിതീഷ് കുമാർ ഈ നിലപാട് ഉയർത്തി ദേശീയ തലത്തിൽ ഈ ജാതി സെൻസസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബീഹാറിൽ നിന്ന് തന്നെയാണ് നേരത്തെ ഈ സാമൂഹ്യ നീതി പൊളിറ്റിക്സ് ഉയർന്നു വന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു പുതിയ സാമൂഹ്യ നീതി മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ ശ്രമം ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികളും പിന്തുണ നൽകി, അവരും അത് ഏറ്റെടുത്തു, അവരും പ്രസ്താവനകളൊക്കെ ഇറക്കി. പക്ഷേ സംഭവിച്ചെന്താണ്? ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളിൽ സീരിയസ് ആയിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്നു മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വം ഈ
3-4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കിടയിൽ ഒരു ജനാധിപത്യപരമായ ഒരു സീറ്റ് ചർച്ചയ്ക്ക് പോലും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. ഇപ്പോൾ രാജസ്ഥാനിലെ ഗഹലോട്ട് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് ഇന്ത്യ മുന്നണിയിലെ അവിടെ പ്രവർത്തിക്കുന്ന ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ CPM 10 മണ്ഡലത്തിൽ രാജസ്ഥാനിൽ നിർണായകമായ വോട്ടുള്ള പാർട്ടി 2 സിറ്റിംഗ് സീറ്റുണ്ട്. 2 സീറ്റ് പോലും തരില്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. സിറ്റിംഗ് സീറ്റ് പോലും നിങ്ങൾക്ക് മത്സരിക്കാൻ തരില്ല. സമാജ്വാദി പാർട്ടി ഇന്ത്യയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ കക്ഷിയാണ്. ഇപ്പോൾ UPയിലെ 80ഓളം വരുന്ന പാർലമെൻറ്റ് സീറ്റുകൾ സമാജ്വാദിയും കോൺഗ്രസും ഒക്കെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ BJPക്ക് അവിടെ ജയിച്ചു കയറാൻ പറ്റില്ല. പക്ഷേ മധ്യപ്രദേശിൽ സമാജ്വാദി പാർട്ടിയോട് എടുത്ത നിലപാടെന്താ? അവർക്ക് 4 സീറ്റ് പോലും മത്സരിക്കാൻ നൽകില്ല. അവർ 24 സീറ്റൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ ചർച്ചയിലൂടെ എന്താണ് 4 സീറ്റ് പോലും അവർക്ക് മത്സരിക്കാൻ നൽകില്ല എന്ന ഒരു മുന്നണിയെ, പ്രത്യേകിച്ച് പ്രതിപക്ഷങ്ങളുടെ ഒരു ഐക്യമുണ്ടാക്കുന്നതിൽ പ്രാഥമികമായി വേണ്ട ഒരു വിട്ടുവീഴ്ച സമീപനവും ഈ മധ്യപ്രദേശിലെ കോൺഗ്രസ്സുകാർക്കുണ്ടായില്ല. ഛത്തീസ്ഗഡിലേക്ക് വന്നാലോ, ഛത്തീസ്ഗഡിൽ നിരവധി ഈ ആദിവാസി ഗിരിവർഗ ഗ്രൂപ്പുകൾ, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരെല്ലാം BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണിയെ പിന്തുണക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്തരം ഒറ്റ ഗ്രൂപ്പുമായിട്ട്, ഒരു പാർട്ടിയായിട്ട് ചർച്ചയ്ക്ക് പോലും എന്താണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. ഈ നിഷേധാത്മകമായ നിലപാടുകളൊക്കെ വരികയും കോൺഗ്രസ്സാണ് മുഖ്യ പാർട്ടി, ഞങ്ങൾ 255 സീറ്റിൽ മത്സരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ഉണ്ട്, ഈ രീതിയിലേക്ക് ഒരു ചർച്ച ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എന്താണ് ഈ നിതീഷ് കുമാറിനെ പോലുള്ള ആളുകൾക്ക് അവർ നമ്മൾ കാണേണ്ടത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു താത്വികമായ നിലപാടിൻ്റെ പേരിൽ അവർ BJPക്കെതിരായിട്ട് രംഗത്ത് വരുന്നു. അവർ പ്രതിദാനം ചെയ്യുന്ന ജനങ്ങളുടെ സാമൂഹിക താല്പര്യമൊക്കെ അവർക്കുണ്ട്. ഒരു ഉറച്ച ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു താത്വിക നിലപാടിൻ്റെ പേരിലല്ല അവർ NDAക്കെതിരായിട്ട് പൊരുതുന്നത്. മറിച്ച് എന്താണ്, NDA അധികാരത്തിൽ നിന്ന് പോക്കി അവർക്ക് മുൻകൈയുള്ള, അവർക്ക് പങ്കാളിത്തമുള്ള ഒരു പുതിയ ദേശീയ ഗവൺമെൻറ് ഉണ്ടാക്കണം, അതിൽ നിർണായകമായ ഒരു ലീഡർഷിപ്പായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഈ റീജിയണൽ പാർട്ടികളുടെ ഓരോ നേതാവും അങ്ങനെ ചിന്തിക്കാം. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറഞ്ഞത്, ആരാണ് ഭാവി പ്രധാനമന്ത്രി, ആരാണ് നേതാവ് എന്ന രീതിയിൽ കാണേണ്ടതില്ല, നമ്മൾ നമ്മുടെ സാധ്യത അനുസരിച്ച് ഓരോ റീജിയനിലും പ്രാമുഖ്യമുള്ള പാർട്ടികളുടെ മുൻകൈയിൽ സീറ്റ് ധാരണയെത്തി മത്സരിക്കുക, പരമാവധി സീറ്റുകൾ നേടുക, അതിനുശേഷം നമുക്ക് നേതാവിനെയും പ്രധാനമന്ത്രിയൊക്കെ തീരുമാനിക്കാമെന്നാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ആവേശം നിതീഷ് കുമാറിന് മോഹഭംഗം ഉണ്ടാക്കിയിട്ടുണ്ടാകാം. രാഷ്ട്രീയമായി മോഹഭംഗം എന്നുള്ള വാക്ക് ശരിയാണോ എന്ന് ചോദിച്ചാൽ, പക്ഷേ ബൂർഷ രാഷ്ട്രീയത്തിൽ മോഹഭംഗങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അപ്പോൾ നിതീഷ് കുമാറിനെ പോലെയുള്ള ഒരു ബൂർഷ, നിതീഷ് കുമാറാണെങ്കിൽ കിഴക്കൻ ബീഹാറിലെ പ്രധാനമായിട്ടുള്ള കാസ്റ്റ് കുർമി സമുദായത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. യാദവ വിഭാഗം കഴിഞ്ഞാൽ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജാതി കുർമി സമുദായമാണ്. കഴിഞ്ഞ ഗ്ലോബലൈസേഷൻ്റെ തുടർച്ചയിൽ ഈ മേഖലകളിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഈ കുർമി സമുദായത്തിൽ വലിയ ഒരു ഒരു പുതിയ ന്യൂ റിച്ച് ക്ലാസ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ന്യൂ റിച്ച് ക്ലാസ്സാണ് അവരെ, ആ ക്ലാസ് ആഗ്രഹിക്കുന്നതാണ് ദേശീയ അധികാരത്തിലേക്ക് തങ്ങളൊരു നേതാവിനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആദർശങ്ങളും തത്വങ്ങളും ഒന്നുമില്ല. ദേശീയ അധികാരത്തിലേക്ക് കൂടി ഗ്ലോബലൈസേഷൻ്റെ സൗകര്യങ്ങൾ, സാധ്യതകൾ തങ്ങൾ കൂടി അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് തങ്ങളുടെ പാർട്ടിയുടെ നേതാവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാമോ എന്നവരാലോചിക്കും. അതൊരു തെറ്റല്ല. അവരുടെ ഒരു ബൂർഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിധിക്കകത്ത് നിന്നുകൊണ്ട് അവരാഗ്രഹിക്കുന്നതാണത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, തത്വാധിഷ്ഠിതമായ നിലപാടുകളില്ലാത്ത ഇത്തരം ബൂർഷ പ്രാദേശിക പാർട്ടികൾ പലപ്പോഴും ആ നിലപാടെടുത്തിട്ടുണ്ട്. നിതീഷ് കുമാറിൻ്റെ തന്നെ ചരിത്രം നോക്കിയാൽ വാജ്പേയി സർക്കാർ 2003 അദ്ദേഹം സമതാ പാർട്ടി ഉണ്ടാക്കിയിട്ട് വാജ്പേയി സർക്കാരിൽ മന്ത്രിയാണ്. 2013 വരെ അദ്ദേഹം BJPയുടെ കൂടെ NDAയിലാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താണ് ഒരിടക്കാലത്ത് തിരിച്ചു വന്നു, വീണ്ടും BJPയിലേക്ക് പോയി. ഇങ്ങനെ 3-4 തവണ എന്താണ് BJP മുന്നണിയിലേക്ക് പോവുകയും തിരിച്ചു വരികയും വീണ്ടും BJPയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ആവർത്തനം മിസ്റ്റർ നിതീഷ് കുമാറിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോഴത്തെ സംഭവഗതികൾ, നിതീഷ് കുമാറിൻ്റെ ഈ രീതിയിലുള്ള നിലപാട് വളരെ ആത്മഹത്യാപരമായ ഒന്നാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു സംശയവുമില്ല 2025 RSSൻ്റെ ശതാബ്ദി വർഷത്തിൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കും.